ആകെ മൊത്തം വല്ലാത്തൊരു ദിവസമായിപ്പോയി. രാവിലെ എണീറ്റ് ഓഫീസിൽ പോകാൻ റെഡിയായപ്പോഴാണ് ഒരു തോന്നൽ. ഇനി ശരിക്കും വയ്യാഞ്ഞിട്ടാണോ അതോ മടിയാണോ എന്ന് തീർച്ചയില്ല. പനിയുടെ ഒരു ലക്ഷണം. പിന്നെ ഒന്നും നോക്കിയില്ല. ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞു. നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും പ്രതീക്ഷിക്കാണ്ട് ഒരു ഇടിയും മഴയും. രാവിലെ തൊട്ട് വിചാരിച്ചത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. എല്ലാ തോന്നലും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വൈകിട്ടായി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്ക് പനിയേക്കാളും ഉണ്ടായത് മടിയായിരുന്നു. പിന്നെ നേരെ വിട്ടു ഹോസ്പിറ്റലിലോട്ട് ഡോക്ടറിനെ കാണാൻ. ഡോക്ടറിനെയും കണ്ട് ഇറങ്ങുമ്പോഴേക്കും എവിടെയും ഇല്ലാത്തൊരു പൂതി പേസ്ട്രി കഴിച്ചാലോ എന്ന്. അങ്ങനെ ബേക്കറി കയറി കിൻഡർ ബ്യൂണോ പേസ്ട്രിയും കഴിച്ച് ഒരു ചായയും തട്ടി അവിടുന്ന് മനസ്സ് നിറഞ്ഞൊരു ചിരിയും കൊണ്ടിറങ്ങി. വരുന്ന വഴി എടപ്പള്ളി എത്തിയപ്പോൾ പള്ളിയിൽ പെരുന്നാൾ ഒരുക്കങ്ങൾ. എന്നാൽ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഒന്ന് തല കാണിച്ച് അവിടുന്ന് നേരെ ടോൾ തട്ടുകടയിലോട്ട് വിട്ടു. ദിവസവും 3 നേരത്തിൽ 4 നേരവും ദോശ കിട്ടിയാൽ ഞാൻ കഴിക്കും. അതുകൊണ്ട് എൻ്റെ കൊതി കാരണം ദോശ തന്നെ പറഞ്ഞു. കൂടെ ഒരു ഓംലെറ്റും ചൂട് ചായയും. ഒരു കഷ്ണം ദോശ എടുത്ത് ഈ സാമ്പാറിലും മുക്കി, ഈ വെള്ളച്ചമ്മന്തിയിലും മുക്കി, പിന്നെ ഈ ചുവന്ന ചട്നിയിലും മുക്കി ഒരു പിടി. ഹാ, നല്ല ടേസ്റ്റ്. കൂടെ ഒരു മുറുക്ക് ചായയും. മാസ്മരികം തന്നെ. എല്ലാം കൂടി ഒന്ന് ഫിനിഷാക്കാൻ ഒരു ഉപ്പ് സോഡയും. തൃപ്തിയായി. ഇത്ര അകത്താക്കിയിട്ടും എൻ്റെ കോലത്തിന് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ബില്ലും കൊടുത്ത് കാക്കാക്കൊരു ടാറ്റും കൊടുത്ത് ഞാൻ നേരെ റൂമിലോട്ട് വിട്ടു. അപ്പോൾ ശുഭരാത്രി.